അപ്പൊ സുഖല്ലേ? സൂചിച്ചിട്ടിരിക്കാൻ വയ്യ. നമ്മള് ഓണത്തിന്റെ ഒരു മൂഡിലാണ്. അങ്ങനെ വീട് ഒരുക്കി തുടങ്ങിയോ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട്? ഞാൻ ജനറലി ഒന്നും ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോളും. നമ്മള് കാലത്ത് എഴുന്നേറ്റൊക്കെ പോവും. ഓണത്തിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ജനറലി വീട് നീറ്റാക്കിയിട്ട് വെക്കുക എന്നുള്ളൊരു സ്വഭാവക്കാരനായതുകൊണ്ട് സോ ദാറ്റ് ഈസ് നോട്ട് എ ന്യൂ തിങ് ബട്ട് സ്റ്റിൽ. പിന്നെ രണ്ടാമത്തെ ഓണത്തിന് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കോന്നിയിൽ ഞങ്ങളുടെ ഒരു വീടുണ്ട്. അവിടെ ആയിരിക്കും ഒരു 3-4 ദിവസം പരിപാടിയൊക്കെ. ബിയോജും ബിനോജും എന്ന് പറഞ്ഞ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് അവരുടെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഓണത്തിന് ഇവിടെ വീടായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. പക്ഷെ വീട് ഭയങ്കര നീറ്റായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോ തന്നെ നല്ല രസമുണ്ട്. കയറി വരുമ്പോ തന്നെ ഭയങ്കര ഒരു ഫ്രെയിം ഒക്കെ വെച്ച് നോക്കുമ്പോഴേ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഫലകങ്ങളാണെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ആകുകയാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടിട്ട് ബോറടിച്ചില്ല? എന്താ ഫേസ് ആണോ ഉദ്ദേശിച്ചത്? എന്റെ ഫേസ് മാത്രമായിരിക്കുമല്ലോ, കുറേ ഫോട്ടോസ് കാണും. കാരണം ഈ കിട്ടുന്ന മൊമെന്റോസിന് മുഴുവൻ അവർ എന്റെ ഫോട്ടോ അടിക്കും. അപ്പൊ ഞാൻ അവരോട് പറയാം, എന്റെ ഫോട്ടോ അടിക്കല്ലേ, അങ്ങനെയാണെങ്കിൽ വല്ലവർക്കും ഗിഫ്റ്റെങ്കിലും കൊടുക്കാതെ അത് എന്റെ ഫോട്ടോ അടിച്ചാലും. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെയും മോൻ്റെയും കൂടെ തരാം, ഇനി ഓരോരുത്തർ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം എവിടെ നോക്കിയാലും എൻ്റെ ഫോട്ടോസ് കാണാം, എല്ലാം എൻ്റെ തല കാണും, എല്ലാം എൻ്റെ തലയ്ക്കും ഏതിലും. ഇതൊക്കെ സെയിം ഫോട്ടോ ആണെന്ന് തോന്നുന്നല്ലേ? എനിക്കൊന്ന് പല പല ഫോട്ടോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെറൈറ്റി. കറക്റ്റ്. അത് അവർ നെറ്റിൽ നിന്ന് എടുക്കുന്നതല്ലേ, നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നതൊന്നല്ല. അത് അവർ നെറ്റിൽ നിന്ന് എടുക്കും. Then they just give it to you and then you can't insult them. അത് കൊണ്ടുവരും, വീട്ടിൽ വയ്ക്കും. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ജനറലി നീറ്റ്നെസ്സിന് ഐ ഗീവ് ദ ക്രെഡിറ്റ് ടു മൈ സെർവൻറ്റ് ആൻഡ് മൈ വൈഫ്. അത് വീട് നീറ്റാക്കിയിട്ട് വെക്കുക എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ അവരുടെ കടമയാണ്. പിന്നെ വല്ലാതെ കച്ചറ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് അത് കൊണ്ടൊന്നും എടുക്കുക, അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ട്, നമ്മുടെ വീടുകളിൽ പല സാധനങ്ങളും അവിടെ കിടക്കും വർഷങ്ങളോളം, നമ്മൾ തൊടുപോലും ഇല്ല. അത് വൃത്തിയിട്ട് മാറാലി അടിച്ച് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്തൊന്നും കാണില്ല. ഇത് പിന്നെ എന്താ വെച്ചാൽ എല്ലാ ക്രിസ്മസിനും ആവശ്യമുള്ളതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഓണത്തിന്റെ വിശേഷം ചോദിക്കാൻ കയറുന്നത് ഫസ്റ്റ് കണ്ടത് ക്രിസ്മസ് ട്രീ. ഇത് നമ്മുടെ സ്ഥിരം ആ ക്രിസ്മസിന്റെ സമയത്ത് മാത്രം അവര് ഒന്ന് ഡെക്കറേറ്റഡ് ആവും, ലൈറ്റൊക്കെ ഓൺ ആവും, പിന്നെ സ്റ്റാറും കാര്യങ്ങളൊക്കെ കയറും. അപ്പൊ അതുകൊണ്ട് അത് മാത്രം അവിടെ കാണും. അല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാത്തതൊന്നും കാണില്ല. ആവശ്യമില്ലാത്തതൊന്നുമില്ല. ഈ മാറാല പിടിക്കാൻ വേണ്ടിയിട്ടില്ല. മാറാല എന്ന് പറഞ്ഞാൽ പൊടി, മാറാല അറിയില്ലേ, 8 കാലിയും നെറ്റും ഒക്കെ. ചില നാട്ടിലൊക്കെ ചൊക്ലി അങ്ങനെ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ എവിടെ വീട് എവിടെ? എനിക്ക് മാറാല തന്നെ, കായംകുളത്ത്. എനിവേ, ചായ കാപ്പി വല്ലതും ഇപ്പൊ എന്തായാലും വേണ്ട. എനിക്ക് ഇങ്ങനെ കേറിയപ്പോ തന്നെ ഒന്ന് ഇതെല്ലാം നടന്നൊന്ന് കാണണമെന്നുണ്ട്. എന്നെ കാണിച്ചു തരും? ഞാനൊന്ന് നടന്നു, ഞാൻ എന്റെ പിറകിൽ വന്നോളാം. അല്ല, സംശയങ്ങൾ ഉണ്ടായാലോ? സംശയം കൊണ്ട് ഞാൻ കൂടെ പറഞ്ഞുകൊണ്ട് തന്നിരിക്കാം. അതെ അതെ അതെ. ഇത് നമ്മുടെ ഓടപ്പൂവല്ലേ? ഇത് മുളയുടെ പൂവില്ലേ? കൊട്ടിയൂരാണ് എന്റെ. കൊട്ടിയൂര് ഇപ്പൊ മറ്റേ വൈശാഖ മഹോത്സവം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടുന്ന് തന്നിട്ടുള്ളതാണത്. അതവിടെ കയറി ഓരോ സ്ഥലങ്ങളിൽ അവർ കയറി സ്ഥലം പിടിക്കും. പിന്നീട് നമ്മൾ മറക്കും എവിടെ നിന്ന് കിട്ടിയതാണെന്നുള്ളത്. ഈ വട്ടം പോയപ്പോ വാങ്ങിച്ചതാണോ? ഞാൻ പോയില്ലായിരുന്നു, അനിത പോയിരുന്നു, വൈഫ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അബ്ദുൽ കലാം സാറിന്റെ അത് ഒരു ഗിഫ്റ്റ് വന്നതാണ്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അതിൽ സൈസിൽ ഫിറ്റ് ആയി. നമ്മൾ ചെയ്ത് വെച്ചിരുന്നതല്ല, അത് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ. ഇത് ഏതൊരു ഫംഗ്ഷൻ പോയപ്പോ കലാം സാറിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാനത് നോക്കുന്നത് കറക്റ്റ് അവിടെ ഫിറ്റ് നോക്കൂ, ഒരു മില്ലിമീറ്ററിന്റെ വ്യത്യാസം. ഞാൻ വിചാരിച്ച എന്താണെന്നറിയാവോ, ഈ അങ്ങനെ കൊത്തുമണി ചെയ്ത് വെച്ചേക്കുന്ന സംഭവം എനിക്ക് തോന്നുന്നത് അല്ലേ? അല്ലേ, കറക്റ്റ് ആയിട്ട്. എന്തായാലും അതിന്റെ മുകളിലൊരു വിളക്കുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആദ്യം എന്താ സംഭവം നോക്കി പിന്നെ സാറാണല്ലോ. ഇതാണോ നമ്മുടെ പൂജ ഏരിയ ഒക്കെ? അത്രേ ഉള്ളൂ. അതിനകത്തോട്ട് കയറ്റി എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മൾ അതിനകത്ത് കയറ്റി അല്ലേ? എന്നേക്കാൾ കൂടുതൽ പിന്നെ അനിതയുടെ വൈഫിന്റെ ആയിരിക്കും. രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ്? അങ്ങനെയല്ല, അതുണ്ട് അതിനകത്ത്. പക്ഷെ ഞാനൊരു കൃഷ്ണഭക്തനും ശിവഭക്തനൊക്കെയാണ്. ബാക്കി അവിടെ സായി അത് എല്ലാം എല്ലാരും കാണും അതിനകത്ത്. കുറെ ഫോട്ടോസൊക്കെ വല്ല ഫംഗ്ഷൻ, അമ്പലത്തിലൊക്കെ ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ അവര് തരുന്നുണ്ട്. അതങ്ങനെ കയറിപ്പത് ചോറ്റാനിക്കര ഭഗവതിയുടെ ഇപ്പൊ റീസെന്റ് പോയപ്പോ കിട്ടിയിട്ടുള്ളതാണത്. അങ്ങനെ പല സ്ഥലത്തും. അതുപോലെ തന്നെ ആ മരപ്രഭു അവിടെ ഉണ്ട്. അത് ഗുരുവായൂരിൽ മരപ്രഭുവിനെ ചെയ്ത
വ്യക്തി എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ റെപ്ലിക്ക കൊണ്ടുവന്ന് തന്നതാണ്. ഓ, നമ്മള് ഗുരുവായൂർ ചെല്ലുന്ന സമയത്തുള്ള ആ മറ്റു വലിയതല്ലേ, വലുത്. അതിന്റെ റെപ്ലിക്കാണത്. ആ ശരി, എക്സാക്ട് അത്. പ്രശ്നമില്ല, ഫോൺ വന്നിട്ട് എക്സാക്ട് അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? അത് തന്നെ, അതിന്റെ റെപ്ലിക്ക അവര് ആ ശില്പി തന്നെയാണ് കൊണ്ടുവന്ന് തന്നത്. ഓ, അവര് തന്നെ ചെയ്തു വെച്ചതാണല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുമ്പോ ഡൈനിങ് ഏരിയ ആയിരിക്കും അല്ലേ? ഇവിടെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ ഒരുപാട് ഡിസിഷൻസും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കും. ഇല്ല, എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഞാൻ ആ ചെയറിലാണ് ഇരിക്കുക, അതില് അത് ആണ് ജനറലി ഗൃഹനാഥൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പട്ടാളത്തിലാണെങ്കിലും ശരി ഏറ്റവും സീനിയർ മോസ്റ്റ് ആളാണ് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ മെസ്സിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി. ഞാൻ അതിലിരിക്കില്ല, ഞാൻ ഇവിടെയാണ് ഇരിക്കുക. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഹോളും വീടെല്ലാം കാണാം. പ്ലസ് ഞാനങ്ങനെ വലിയ ഡിസ്കഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഡൈനിങ് ടേബിളിൽ മാക്സിമം പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കുറേ ഫോൺ കോൾസ് പോകും, ഇത് കാതിൽ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് എൻ്റെ വൈഫിന് എപ്പോഴും പ്രശ്നമാണ്, ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോൺ ചെയ്യരുത്. ശരിയാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനെ നമ്മളെന്താ കഴിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അല്ല, അപ്പൊ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള പിന്നെ അത്രയും വലിയ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ഈവനിങ്ങിൽ അവർ വന്ന് ഒരു ഡ്രിങ്ക്സോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് മുകളിലൊരു സ്ഥലമുണ്ട്, ഫ്രണ്ട്സ് വന്നാൽ കൂടാനുള്ളൊരു സ്ഥലം, അത് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോ ഈ കിച്ചൺ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതും എന്റെ കിച്ചണാണത്, ഓപ്പൺ കിച്ചണാണത്. നമുക്ക് അതൊന്നും കണ്ട് നോക്കാം. അങ്ങോട്ട് വന്നു നോക്കൂ. കിച്ചണിൽ ഭയങ്കര പച്ചപ്പാ, കേറി വരുമ്പോ നമ്മള് കാണുന്നത്. കിച്ചണില് പച്ചപ്പ് കാണും. എവിടെ പോയി കഴിഞ്ഞാലും പച്ചപ്പ് ഒരു നിർബന്ധമാണ്, ഒരു ഗ്രീൻ ഫീല്. അതുകൊണ്ടാണ് ഈ ടൗണിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്നെല്ലാം മാറിയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. അതിൽ ഈ റിട്ടയർമെന്റ് ലൈഫ് കുറച്ച് ഗ്രീനിഷ് ആവണം എന്നുള്ളത് അങ്ങനെയല്ല. ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ്. എനിക്ക് നെൽപ്പാടങ്ങളും വയലുകളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ഐ ലവ് നമ്മുടെ ആ നേച്ചറായിട്ടുള്ളതിൽ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലവും ഇവിടെ ഒരു കിണറും കുഴിച്ച് കിണറ്റിലെ വെള്ളത്തിലാണ് ഞങ്ങളുടെ. അതിൻ്റെയൊക്കെ ഒരു സുഖം വേറെയാണ്, ടൗണിൽ കിട്ടില്ല അത്. പിന്നെ ഈ കിച്ചൺ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ കംപ്ലീറ്റ് ഇതെല്ലാം നിലം തൊടാതെയാണ്, ഹാങ്ങിങ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് കൂറ കയറില്ല, പാറ്റ കയറില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റീലല്ലേ, സ്റ്റീലാകുമ്പോ അതിന് തണുപ്പുണ്ട്. തണുപ്പ് കാരണവന്മാർ കയറി ഇരിക്കൂല. 8 വർഷമായി ഇതിനകത്ത് ഹാങ്ങിങ് ആണ്. ഇതെല്ലാം താഴത്തുനിന്ന് തൊട്ടിട്ടില്ല ഒന്നും. ഞാൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഉണ്ടാക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഓംലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം ചെറിയ സംഭവമാണ്. ദോശ ഉണ്ടാക്കാനും എനിക്കറിയാം, കഞ്ഞി ഉണ്ടാക്കാനും അറിയാം. നിങ്ങൾ ആരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. ഈ ചായ എന്നൊക്കെ പറയുമ്പോൾ മസാല ചായയാണോ? ഈ അതില്ല, ഞാൻ നോർമലായിട്ട്. നിങ്ങളുടെ ഇവിടുത്തെ തന്റെ വീട് എവിടെ? കായംകുളം. കായംകുളത്തേരെ അറിയില്ല, ചിലരുണ്ട്. ആദ്യം ആലപ്പുഴക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം 1 ലിറ്റർ പാലം കുടിക്കും, എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് അതാണ് വരിക. എന്നാൽ പാലം കുടിച്ചാൽ പോരാ. ചായ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം പച്ചവെള്ളത്തിൽ അത് തിളപ്പിച്ച് അതിൽ തേയിലിട്ട് അതിന്ന് ആ കളർ വന്നതിന് ശേഷം നിങ്ങൾ പാലൊഴിക്കുക. അപ്പോഴാണ് ചായയുടെ ടേസ്റ്റ് വരുള്ളൂ. ഇതെന്താണ്, പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും പല സ്ഥലത്തും. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കും. അത് കുടിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയും വരാറുണ്ട്. അത് വേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കാന്നുള്ളത്.